ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ്. ഒരു കുഞ്ഞൊരു ബിരിയാണി വ്ളോഗാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സവാള, കൈതച്ചക്ക, ക്യാരറ്റ്, ഇഞ്ചി, തക്കാളി, അരി കഴുകി കുതിർത്ത് ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട്, മല്ലിയില കട്ട് ചെയ്ത്, സവാള കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ക്യാരറ്റും ബീൻസും കട്ട് ചെയ്യുക. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് കൊച്ചുള്ളിയും സവാളയും വേണമെങ്കിൽ കറിക്ക് നമുക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം പേസ്റ്റ് ചെയ്ത് വെക്കുക. തക്കാളി, പച്ചമുളക്, മല്ലിയില അരിഞ്ഞ് വെക്കുക, പൈനാപ്പിൾ അരിഞ്ഞ് വെക്കുക. എന്നിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മളുടെ മസാല മിക്സുകൾ കുരുമുളക് സഹിതം നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ബീൻസും ക്യാരറ്റും ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ടാണ് ഞാൻ ബിരിയാണിക്ക് വെക്കുന്നത്. അപ്പോഴത് വേവുമല്ലോ. പിന്നെ കുറച്ചിത് തെരളിയില, നിങ്ങളുടെ അവിടെ വയനയിലെന്ന് പറയും. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നല്ല രീതിയിൽ തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി ഇടുന്നത്. ഇത് കുറച്ച് നെയ്യാണ് കേട്ടോ. നെയ്യ് ഇച്ചിരിയും കൂടി തോനെ ഇട്ടാൽ അത്രയും നല്ല സോഫ്റ്റ് കിട്ടും. പിന്നെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, എന്ന് വെച്ചാൽ അരി ഒട്ടാതിരിക്കാൻ വേണ്ടി. 4:30ക്ക് എണ്ണിട്ട് തുടങ്ങിയതാണ്. ഇപ്പം 6:30 ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ പുരട്ടി വെച്ചിരുന്ന മസാലയെല്ലാം പുരട്ടി വെച്ച് ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളുടെ അരിയുടെ വെള്ളം തിളച്ച് ഞാൻ അരി ഇട്ടായിരുന്നു കേട്ടോ. അരി ഒരുവിധം ഇത്തിരി വേവണ്ടല്ലോ, അത് നമ്മൾ ഊറ്റി വെക്കുമ്പോഴും ഒരു ഇച്ചിരി വേവുമല്ലോ. പിന്നെ ഇത് ഇച്ചിരി സവാള ബ്രൗൺ കളറിൽ ആക്കാമല്ലോ ഫില്ലിങ്ങിന് വേണ്ടി. ബിരിയാണിയിൽ നമ്മൾ ഫില്ലിങ് ഇടുമല്ലോ. ഇത് നമ്മളുടെ ഉള്ളി വഴന്ന് വന്നു. ബിരിയാണിയുടെ ഗ്രേവിക്കാണ് തക്കാളിയും സവാളയും സവാള ഇച്ചിരി വഴന്ന് വരുമ്പോഴത്തേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത് ഒരു ഏകദേശം വഴന്ന് വരുമ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് അതൊരിച്ചിരി നല്ല രീതിയിലൊരു വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. നമ്മളുടെ ബ്രൗൺ കളറിൽ ആയി വന്നിട്ടുണ്ട് സവാള. ഇനി ഇതെല്ലാം കൂടെ പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരുവിധം എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു, കുറച്ച് മീഡിയം ഫ്രൈയിൽ. എന്നിട്ട് അത് ഞാൻ ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ അരി ഏകദേശം ഫുൾ റെഡി ആയിട്ടുണ്ട്. അരിയുടെ ചോറ് എല്ലാം റെഡിയായി ബിരിയാണിയുടെ. അപ്പം നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മളുടെ ഗ്രേവിയിലോട്ട് ലെയറായിട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റെല്ലാം ചിലവർ ഇടുന്നവരുണ്ടായിരിക്കും. ഞാനിതാകുമ്പം പിന്നെ നമ്മൾ രണ്ടായിട്ട് വേവിക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് കുറച്ച് മല്ലിയിലയും മറ്റേ സവാള ബ്രൗൺ കളറിലാക്കി വെച്ചിരിക്കുന്നതും പൈനാപ്പിളിൻ്റെ പീസും എല്ലാം കൂടിയിട്ട് നമ്മൾ ലെയറാക്കി ഇടുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഇച്ചിരി നല്ല കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ചോറിന്. ഇവിടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഓക്കെ ആയി. പപ്പടം സെറ്റായി. ഞാൻ ചെറുതായിട്ട് നമ്മൾ ഇടിക്കല്ലെടുത്ത് വെച്ചൊരു ദമ്മല്ല, ഒരു ആവിയിലിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുത്തി ഒരു സൈഡിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഞാൻ പാത്രത്തിലേക്ക് വിളമ്പുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ചിക്കൻ ബിരിയാണി. ഓക്കേ.